തദ്ദേശ തെരഞ്ഞെടുപ്പിന് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും LDFിനെതിരായ നിലപാട് കടുപ്പിക്കുമെന്ന സൂചന നൽകി തൃശൂർ അതിരൂപത JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാത്തത് മുൻനിർത്തി മുഖ്യമന്ത്രിക്കെതിരെ കടുത്ത വിമർശനമാണ് അതിരൂപതയുടെ മുഖമാസികയായ കത്തോലിക്ക സഭ ഉയർത്തുന്നത്. മുസ്ലിം സമുദായത്തിനെതിരെ കടുത്ത വർഗീയ പരാമർശങ്ങളും ഫെബ്രുവരി ലക്കത്തിലെ കത്തോലിക്ക സഭയുടെ മുഖപ്രസംഗത്തിലുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുമ്പ് ഇടയലേഖനത്തിന് സമാനമായ രീതിയിൽ കത്തോലിക്ക സഭയുടെ മുഖപ്രസംഗം എഴുതിയത് തൃശൂർ അതിരൂപത ആർച്ച് ബിഷപ്പും ഭാരത കത്തോലിക്ക മെത്രാൻ സമിതിയുടെ തലവനുമായ മാർ ആൻഡ്രൂസ് താഴത്തായിരുന്നു. ഇടതുപക്ഷത്തിനെതിരെ വോട്ട് രേഖപ്പെടുത്താനുള്ള പരസ്യ ആഹ്വാനമായിരുന്നു അന്നത്തെ മുഖപ്രസംഗം. സമാനമായ സാഹചര്യമാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഉള്ളതെന്ന സൂചനയാണ് ഫെബ്രുവരി ലക്കം മുഖപ്രസംഗത്തിലുള്ളത്. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ കടുത്ത വിമർശനമാണ് മുഖപ്രസംഗത്തിലുള്ളത്. JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാതെ റിപ്പോർട്ടിലെ പല കാര്യങ്ങളും സംസ്ഥാന സർക്കാർ ചെയ്തു കഴിഞ്ഞുവെന്ന മുഖ്യമന്ത്രിയുടെ പ്രസംഗമാണ് ക്രൈസ്തവ സഭകളെ ചൊടിപ്പിച്ചത്. ക്രൈസ്തവരുടെ വായു മൂടിക്കെട്ടാൻ നോക്കേണ്ട എന്ന തലക്കെട്ട് കൂടിയുള്ള മുഖപ്രസംഗത്തിൽ മുഖ്യമന്ത്രി സമുദായത്തെ അവഹേളിക്കുകയാണെന്ന് കുറ്റപ്പെടുത്തുന്നു. കമ്മീഷണർ റിപ്പോർട്ട് അടിയന്തരമായി പുറത്തുവിടണമെന്നും ശുപാർശകൾ നടപ്പാക്കണമെന്നും മുഖപ്രസംഗം ആവശ്യപ്പെടുന്നു. ഇല്ലെങ്കിൽ കനത്ത തിരിച്ചടി ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. ന്യൂനപക്ഷ സ്കോളർഷിപ്പിലും വകുപ്പിലെ നിയമനത്തിലും ക്രൈസ്തവരെ കണ്ടില്ലെന്ന് നടിക്കുന്ന സമീപനമാണ് സർക്കാരിൻ്റെതെന്ന് മുഖപ്രസംഗം കുറ്റപ്പെടുത്തുന്നു. ന്യൂനപക്ഷത്തിലെ ഭൂരിപക്ഷമായ മുസ്ലിം സമുദായത്തിന്റെ വോട്ട് ബാങ്കിൽ കണ്ണുവെച്ചാണ് ക്രൈസ്തവ വിഭാഗത്തോട് നീതികേട് കാട്ടുന്നതെന്നാണ് വിമർശനം. കാലാകാലങ്ങളായി മുസ്ലിം സമുദായത്തിന് മുമ്പിൽ ഇടതുവലത് മുന്നണികൾ ഓച്ചാനിച്ച് നിൽക്കുകയാണെന്നും തൃശൂർ അതിരൂപതയുടെ മുഖപ്രസംഗത്തിലുണ്ട്. അനിൽ ജോർജ്, ന്യൂസ് മലയാളം, കൊച്ചി.